തിരുവനന്തപുരം മൃഗശാലയിൽ കടുവ ജീവനക്കാരനെ ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ഇരുമ്പ് കൂടിന്റെ കമ്പികൾക്കിടയിലൂടെയായിരുന്നു ഈ ആക്രമണം എന്നാണ് ഇപ്പോൾ ഷഫീദ് അറിയിക്കുന്നത്. സൂപ്പർവൈസർ രാമചന്ദ്രന്റെ തലയ്ക്കാണ് പരിക്കേറ്റ്. തലയിൽ 6 തുന്നിക്കെട്ടുണ്ട്. രാമചന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം ഉണ്ടായത് തിരുവനന്തപുരത്തെ മൃഗശാലയിൽ എന്നാണ് ഷഫീദ് ഇപ്പോൾ അറിയിക്കുന്നത്. അല്പസമയത്തിനകം ഷഫീദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? മൃഗശാലയിൽ ഈ അക്രമ സംഭവം നടക്കുന്നത് സാധാരണഗതിയിൽ ഈ കൂട് വൃത്തിയാക്കുകയും അതേപോലെ തന്നെ ഇതിന് ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഈ സമയത്താണ്. അതിന്റെ റൗണ്ടിംഗ് പീരീഡ് ആ സമയത്താണ്. ആ സമയത്ത് സൂപ്പർവൈസറായിട്ടുള്ള രാമേന്ദ്രനും മറ്റ് ജീവനക്കാരും കൂടി ഈ കടുവയെ പാർപ്പിച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും മറ്റൊരു കൂട്ടിലേക്ക് കടുവയെ മാറ്റി ഇത് വൃത്തിയാക്കി. അതിനുശേഷം ഇതിന് വെള്ളം പകർന്നു കൊടുക്കുമ്പോൾ ഇരുമ്പ് കമ്പികൾക്കിടയിലൂടെ വെള്ളം പകർന്നു കൊടുക്കുമ്പോഴാണ് ഇരുമ്പ് കമ്പികൾക്കിടയിലൂടെ കൈ പുറത്തേക്കിട്ട് രാമചന്ദ്രന്റെ തലയ്ക്ക് ഈ കടുവ ആക്രമിച്ചത്. തുടർന്ന് രാമചന്ദ്രനെ ആദ്യം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ കടുവ ആക്രമണമായതുകൊണ്ടും ശക്തമായി തലയ്ക്ക് അടിയേറ്റ സാഹചര്യത്തിലും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അദ്ദേഹം ചികിത്സയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് 6 തുന്നിക്കെട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കുറെ നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഈ ജീവികളുടെ ആക്രമണ സംഭവം ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് സാധാരണഗതിയിൽ മൃഗശാലയിൽ കടുവ അടക്കമുള്ള മൃഗങ്ങളെ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്നത്. എന്നാൽ ഈ ഇരുമ്പുകൂടിന് ഇടയിൽ കൂടി കൈയിട്ട് അപ്രതീക്ഷിതമായി കടുവ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ജീവനക്കാർ നൽകിയിരിക്കുന്ന വിവരം. ഏതായാലും സൂപ്പർവൈസർ രാമചന്ദ്രൻ ഇപ്പോൾ തലയ്ക്ക് പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉന്മേഷ്, ഇതിങ്ങനെ ഒരു ആക്രമണ സ്വഭാവമുള്ള നേരത്തെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഷഫീദ്? നിലവിൽ ഇപ്പോൾ ഈ കടുവയുടെ പേര് വിവരങ്ങളും മറ്റു വിവരങ്ങളും മൃഗശാല അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. മാത്രവുമല്ല, കുറെ വർഷങ്ങളായി ഈ മൃഗശാലയിൽ തുടരുന്ന കടുവകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവിടെയുള്ളത്. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ വയനാട്ടിൽ നിന്നൊരു കടുവയെ കൊണ്ടുവന്ന് അതിന്റെ പ്രോസസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് അതിന്റെ ഐസൊലേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. അതിൽ ഏത് കടുവയാണ് ആക്രമിച്ചതെന്നുള്ള വിവരം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം മൃഗശാല അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. മാത്രമല്ല, ആവശ്യമെങ്കിൽ ഈ ഇരുമ്പ് കൂടിന് കൂടുതൽ അഴികൾ അത് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ നോക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മൃഗശാല അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. മുൻപും സമാനമായ രീതിയിൽ ഈ മൃഗങ്ങൾ ചെറിയ രീതിയിൽ അക്രമത്തിലൊക്കെ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ വേനൽക്കാലത്താണ് ആ രീതിയിൽ മൃഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം അക്രമ പ്രവണത ഉണ്ടാവാറ്. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു സംഭവമല്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ കൂടൊക്കെ വൃത്തിയാക്കിയതിന് ഭക്ഷണം നൽകിയതിനു ശേഷം വെള്ളം അതിന്റെ പാത്രത്തിലേക്ക് പകർന്നു നൽകുന്നതിനിടെയാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. സാധാരണ ഈ മൃഗശാല സന്ദർശിച്ച കടുവയുടെ ഭാഗം സന്ദർശിച്ചവർക്കറിയാം, ആ കൂടിന്റെ ഇഴകൾ കുറച്ചുകൂടി അടുപ്പിച്ചാണ്. മറ്റ് കമ്പികൾ പോലെയല്ല, കടുവയുടെ കമ്പി നല്ല ബലപ്പെടുത്തി അതേപോലെ കുറച്ച് അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടിയാണ് കൈ കടത്തി ഇങ്ങനെ അക്രമം. ഇത് ഒരു പക്ഷേ മൃഗശാലയിൽ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഇത് വളരെ വിരളമായി മാത്രമാണ് ഉണ്ടാകാറ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.